തെരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വെല്ലുമ്മേ, ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, എന്ത് വർക്കാണെന്നുള്ള കാര്യം പറഞ്ഞാൽ നന്നായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അനി, നീയും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് നീ വന്നിട്ട് ഇനി ഒരു ജോലിയെ കുറിച്ചിട്ടും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ നിന്റെ അടുത്ത് ഒരു ജോലിയും ചെയ്യാൻ പറയത്തുമില്ല, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് അനി ചോദിക്കുകയാണേ. ദയവ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഇതിൽ കൂടുതലൊന്നും ചോദിക്കരുത്. എന്നിട്ട് ദേവയാനി അവിടെ നിൽക്കുന്നിടത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ അനി വെല്ലുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ ചെല്ലാണ് കേട്ടോ. അമ്മ വെല്ലുമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതിയിട്ട് ഒരിക്കലും എന്നോട് ഈ രീതിയിൽ സംസാരിക്കരുത്. എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ എന്നെ മനസ്സിലാക്കിയിട്ടത് വെല്ലുമ്മയല്ലേ. ഞാനും ആദർശേട്ടനും നിങ്ങൾക്ക് രണ്ട് കണ്ണുകളാണെന്നല്ലേ പറയാറ്. ഞാൻ ഇപ്പോഴും അനി അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ നിന്റെ അമ്മ പറയുന്നത് ഞാൻ നിന്നെ അടിമയായിട്ടാ കാണുന്നത് എന്നുള്ള കാര്യമാണ്. ഞാൻ എന്ത് ചെയ്യും അനി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ജാനകിക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അനി, ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലടാ ഇതൊക്കെ ചെയ്തത്. നീ എന്താ മാപ്പ് പറഞ്ഞിട്ട് വീണ്ടും അടിമയായി നിൽക്കാൻ വേണ്ടി പോവാണോ? നിനക്ക് തലയ്ക്ക് വെളിവില്ലേ? നീ എന്തിനാ ഇങ്ങനെ മാനം കെട്ട് നടക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ അനീൻ്റെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, ജാനകി വായ മൂട്, നീ ആരെക്കുറിച്ച് എന്താ പറയുന്നത്? അവർ നിന്റെ ഏട്ടത്തിയാണ്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിലും മര്യാദ കൊടുത്ത് സംസാരിക്കണമെന്ന് നിനക്ക് അറിയില്ലേ? ഇത് കേൾക്കുമ്പോൾ ജാനകി, എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? നിങ്ങളെല്ലാത്തിനും ആ എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെ എൻ്റെ മോനെ അതുപോലെ ആക്കാൻ ശ്രമിക്കണ്ട. കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ വേണ്ടി പറയാണേ. തുടർന്ന് നമ്മുടെ ജയൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ജാനകി, നിനക്ക് ഈ കുടുംബത്തിൽ എല്ലാവരും ഒത്തൊരുമയോട് കൂടി നടക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അനിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് ജാനകി പറയണേ. ഇനിയെങ്കിലും അവൻ എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി നടക്കണം എന്നുള്ള രീതിയിൽ ആണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട്, അങ്ങനെ ഇവിടെ എനിക്ക് ഒരു മര്യാദക്കുറവും ഇല്ല. അമ്മ തന്നെ ഓരോന്ന് സങ്കല്പിച്ച് ഓരോന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ആൾക്കാരുടെ സമാധാനം കെടുത്തരുത്. തുടർന്ന് അനി നേരെ ദേവയാനിക്ക് അരികിലേക്ക് ചെല്ലാണ്. വെല്ലുമ്മേ, പറ, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. എപ്പോഴും ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാം, അവരുടെ കാര്യമൊക്കെ വിട്ടേക്ക്. ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നവരായാലും നീ ആണെങ്കിലും ആരാണെങ്കിലും എനിക്കോ ഈ വീട്ടിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യണ്ട. അവരവർക്ക് വേണ്ടത് അവരവർ തന്നെ ചെയ്തോളൂ. ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നത്, ഓഹോ, നിങ്ങളിപ്പോൾ വലിയ നല്ല ആളെ പോലെ ബാക്കിയുള്ളവരൊന്നും കൊള്ളില്ലാത്ത എന്ന ആളെ പോലെ പേഴ്ത്തി മാറ്റി പിടിക്കുന്നു. ഒരു ദിവസം ഞാൻ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ദേഷ്യം വന്നു അല്ലേ? ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിൽ എന്താ അർത്ഥം? ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ, ജാനകി, നിനക്ക് കുറച്ചു നേരം മിണ്ടാതിരുന്നൂടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച്? അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി അങ്ങനെ മിണ്ടാതിരിക്കില്ല. ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റത്തുമില്ല. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അനിയുടെ അവസ്ഥ എന്താണെന്നും അതുപോലെ ആദർശിന്റെ നില എന്താണെന്നുള്ള കാര്യവും. നിങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ എൻ്റെ മോൻ ഇപ്പോഴും വീട്ടുജോലി മാത്രം ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എപ്പോഴാണോ നീ എൻ്റെ വാക്ക് എടുക്കാതിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇനി നിന്റെ അടുത്തൊന്നും സംസാരിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. വീട്ടിലുള്ള മരുമക്കള് ഇങ്ങനെ പരസ്പരം അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിലേക്ക് കയറി വന്ന മരുമക്കള് നിങ്ങൾക്ക് എന്ത് വില തരാൻ പോകുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് ഇച്ചിരെങ്കിലും മര്യാദ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഈ പ്രശ്നം ഇതോടെ വിട്ടിട്ട് ഇവിടുന്ന് പൊക്കണം. ഇത് കേട്ടിട്ട് രണ്ടുപേരും മുഖത്തേക്ക് മുഖം നോക്കിയിട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ മുത്തശ്ശൻ, നിങ്ങളുടെ അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടും നിങ്ങൾ രണ്ടുപേരും എന്ത് നോക്കി നിൽക്കുക, രണ്ടെണ്ണം ഇവിടുന്ന് പൊക്കണമെന്ന് പറയണേ. അങ്ങനെ ആദ്യം ദേവയാനി പോവാണ്, അതിന്റെ പുറകെ തന്നെ ജാനകി അവിടുന്ന് പോകുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് മുത്തശ്ശിക്കൊന്നും ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ, ഭയങ്കര വിഷമത്തിലാണ്. പക്ഷേ ജയനും അതുപോലെ അനിയനും കൂടി ചേർന്നിട്ട് ഓഫീസിൽ പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അനി ആകെ വിഷമത്തിലിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കണ്ട് രസിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, ജലജ അനാമികയെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അനാമികയുടെ മുഖത്ത് വലിയൊരു എക്സ്പ്രഷൻ വ്യത്യാസമൊന്നും ഇല്ല, ചെറിയൊരു സങ്കടത്തിൽ തന്നെയാണ് ഉള്ളത്. തുടർന്ന് കാണിക്കുന്നത് ശ്വേതയും ആദർശം കൂടി ചേർന്നിട്ട് വക്കീലിനെ കാണാണ്. വക്കീൽ പറയുന്നുണ്ട്, 2 വീക്കിനുള്ളിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടും. ആ സമയത്ത് ഞാൻ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നാൽ മതി. ഇപ്പോൾ ഈ പേപ്പറിനകത്ത് സൈൻ ചെയ്തോളൂ. അങ്ങനെ ശ്വേത സൈൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആദർശ് ചിന്തിക്കുന്നത്, എന്നെ വെറുതെ വെറുപ്പിക്കാൻ നോക്കിയ നയനയെ കുറച്ചും കൂടി വെറുപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് എക്സ്ക്യൂസ് പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീഡിയോ കോൾ ചെയ്യാണ് കേട്ടോ ആദർശ് നയനയെ. വീഡിയോ കോള് നയന അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കോൾ നയനൻ്റെ അറ്റൻഡ് ചെയ്യാണ്. എന്നിട്ട് സ്ഥലം കണ്ടിട്ട് നിങ്ങൾ ഓഫീസിലല്ലേ ഉള്ളത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അല്ല, ഓഫീസ് വർക്കിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനും ശ്വേതയും പുറത്തോട്ട് വന്നാന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോൾ നയനൊന്നും മിണ്ടുന്നില്ല. എന്താ നീ ഒന്നും മിണ്ടാത്തെന്നുള്ള കാര്യം ആദർശ് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, നിങ്ങൾ 6 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തിക്കണം എന്നുള്ള കാര്യം പറയാണേ. 6 മണിക്കോ? എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്. ലേറ്റ് ആവുമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളടുത്ത് ഞാൻ വരുമോ എന്നുള്ള കാര്യമല്ല ചോദിച്ചത്, വരണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴാണ് ശ്വേത സൈൻ ചെയ്തിട്ട് ആദർശിന്റെ അരികിലേക്ക് വരുന്നത്. ഓ, നീ നിന്റെ വൈഫിന്റെ അടുത്ത് സംസാരിക്കണോ? സോറി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ, പോലെ പോലെ, നോ പ്രോബ്ലം ശ്വേത, നിക്ക്,
കുറച്ച് ലേറ്റ് ആവും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആദർശിന്റെ അടുത്ത് എന്താ പറഞ്ഞ് ലേറ്റ് ആവുന്നു എന്നുള്ള കാര്യം കലിപ്പിൽ നയന ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല ലേറ്റ് ആവാതെ 6 മണിക്ക് തന്നെ എത്താന്നാ പറഞ്ഞെന്ന് ഒരു ചിരിയോട് കൂടിയിട്ട് ആദർശ് പറയണേ. അങ്ങനെ ഫോൺ വെക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശ്വേത ചോദിക്കുന്നുണ്ട്, അല്ല എന്റെ ഭാര്യ എന്തോ പറഞ്ഞപ്പോ പേടിക്കുന്ന പോലെ തോന്നിയല്ലോ. ഭയോ? എനിക്ക് അവളെയോ? ഞാൻ അവളെ ഒരു നോട്ടം നോക്കി കഴിഞ്ഞാൽ അവളുടെ മുട്ടുകാലി ഇങ്ങനെ തമ്മിൽ അടിക്കുന്നുള്ള കാര്യം പറയണേ. ഓ അങ്ങനെയാണല്ലേ, നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്വേത വാ എന്ന് പറയണേ. അങ്ങനെ വക്കീലിന്റെ അടുത്ത് ബായ് പറഞ്ഞിട്ട് രണ്ടുപേരും പോകുന്ന സമയത്ത് ആദർശ് ശ്വേതന്റെ അടുത്തല്ല കേട്ടോ സംസാരിക്കുന്നത്. മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്തിനായിരിക്കും ഇപ്പൊ അവള് എൻ്റെ അടുത്ത് 6 മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞത്? അവളെ പ്രാന്ത് പിടിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് അവൾ എനിക്കിട്ട് പണിയാണല്ലോ. ഒരേ ഒരു തവണ ശ്വേതയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അവൾ കണ്ടതോട് കൂടിയിട്ട് ഇങ്ങനെ അവളെ പേടിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. ദൈവമേ എന്നൊക്കെ പറയുമ്പോൾ ശ്വേത ചോദിക്കുന്നുണ്ട്, അല്ല ആദർശേ, നീ എന്താ വന്ന് നീ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാനും കുറെ നേരം ശ്രദ്ധിക്കുന്നു, നീ എന്തോ സ്വന്തമായിട്ട് ആലോചിച്ച് കൂട്ടുന്നുണ്ടല്ലോ. എന്താ കാര്യം? അതൊന്നുമില്ല, വാ പോവാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോവാണ്. തുടർന്ന് കാണിക്കുന്ന ദേവയാനിയും ജാനകിയും വെളുപ്പിക്കാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശി. എന്നിട്ട് രണ്ടുപേരുടെയും മുഖം നോക്കി, നിങ്ങൾ രണ്ടുപേരും പൂച്ചയും പുലിയും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മുരയ്ക്കാതെ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയത്? എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഇപ്പൊ എന്തിനാ രണ്ടുപേരും കൂടി അടി കൂടുന്നത്? ഇതൊട്ടും ശരിയല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അമ്മയ്ക്ക് മനസ്സിലായല്ലോ ഇത് ശരിയല്ല എന്നുള്ള കാര്യം. പിന്നെ എന്തിനാ അവളിങ്ങനെ അടി ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം അമ്മ തന്നെ ചോദിച്ചു നോക്ക്. ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഈ വീട്ടിൽ തെറ്റാണല്ലോ, ഞാനെന്താ ഒന്നിനും കൊള്ളാത്തവലാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ തിരിച്ചു ജാനകി. അവര് ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള കാര്യം ആദ്യം അമ്മ ഏട്ടത്തിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നു പറയണേ. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ രണ്ടുപേരും കൂടി അടി കൂടുമെന്ന് ചോദിക്കുകയാണേ മുത്തശ്ശി. ഇത് കേൾക്കുമ്പോ നോക്ക് രണ്ടുപേരും, ഞാനും അച്ഛനും അവിടെ ഇരിക്കുന്നത് പോലും നോക്കാതെ നിങ്ങൾ രണ്ടുപേരും കൂടി തോന്നിയ പോലെ അങ്ങ് സംസാരിക്കുവോ? ഇങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിരിക്കുന്ന പെണ്ണുങ്ങള് മരുമക്കള് എന്ത് വിചാരിക്കും നിങ്ങൾ രണ്ടുപേരെയും കുറിച്ചിട്ട്? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അടി കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഇതൊരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടി കൂടാൻ നോക്കിയാൽ എന്താ ഇതിനർത്ഥം? എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം? ഇത്രയും കാലം നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അമ്മായിമ്മ അല്ലെങ്കിൽ സ്വന്തം അമ്മയായിട്ടാ കണക്കാക്കിയെന്ന് വെച്ചാൽ പിന്നെ എന്തിനാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത്? നിങ്ങൾ രണ്ടുപേരുടെയും ഇതുവരെ ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഈ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകും, നല്ല കൂട്ടുകുടുംബമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാ അതൊരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ കുഴിച്ചു മൂടിയില്ലേ? എത്രയോ ആൾക്കാർ നിങ്ങൾ രണ്ടുപേരെയും കണ്ടപ്പോൾ ഏട്ടത്തെയും അനിയത്തിയും പോലെ ശരിക്കും ഒത്തൊരുമയോട് കൂടിയിട്ടായിരുന്നു നിങ്ങൾ പോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരുടെ കണ്ണു പറ്റിയെന്ന് അറിയില്ല, ഇന്നിപ്പോ ഇങ്ങനെ അടിച്ചു നടക്കുന്നു. ഇത്രയും നാൾ ഒത്തൊരുമയോട് കൂടി നടന്നു, അതായിരുന്നു സത്യം? അതോ ഇന്നിപ്പോ ഇങ്ങനെ രണ്ടുപേരും കൂടി അടി കൂടുന്നു? ഏതാ ഇതിൽ സത്യം? ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഒന്നും മനസ്സിൽ വെക്കാതെ സംസാരിക്കുന്നു, അതാണ് എന്റെ തെറ്റ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവര് വേറെ രീതിയിൽ പറഞ്ഞിട്ട് അതിന് കുറ്റമായിട്ട് കാണുന്നു. എനിക്ക് ഒരു അവകാശവും വേണ്ട, എനിക്ക് അവളോട് സംസാരിക്കുന്നതിനോട് താല്പര്യമില്ല. എനിക്കും അങ്ങനെ ഒരു ആവശ്യമില്ല. നിങ്ങളെ ഏട്ടത്തി എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇത് കേൾക്കുമ്പോൾ ദേവയാനി നിന്നെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അടിക്കുവോ? ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, രണ്ടുപേരും ഒന്ന് മിണ്ടാതിരിക്കുവോ? ജാനകി, നീ ചെയ്യുന്നത് വലിയ തെറ്റാണ്. ദേവയാനി ഈ വീട്ടിലെ മൂത്ത മരുമകളാണ്, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ അവളോട് പെരുമാറുന്നത്? നീ അവളോട് സോറി പറയാൻ വേണ്ടിയിട്ട് പറയാണേ. എന്നെക്കൊണ്ട് അവളോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നീ അവളോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് നീ അവളോട് മാപ്പ് ചോദിക്കുക എന്നുള്ള കാര്യം ജാനകിയുടെ അടുത്ത് പറയാണ് കേട്ടോ. എനിക്ക് മാപ്പ് ചോദിക്കാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം ജാനകി മുഖത്ത് നോക്കിയിട്ട് പറയാണ് മുത്തശ്ശിയുടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവുമായിട്ട് സംസാരിച്ചോളാം, നീ ഇപ്പം തന്നെ നിന്റെ വീട്ടിലേക്ക് പൊക്കോ. എന്താ അമ്മ എങ്ങനെയൊക്കെ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാ? നീ നിന്റെ ഇഷ്ടത്തിന് നടക്കാൻ വേണ്ടിയിട്ട് ഇതല്ല സ്ഥലം. നീ ഇപ്പം മാപ്പ് പറയുന്നുണ്ടോ ഇല്ലയോ? ഇത് കേൾക്കുമ്പോൾ ജാനകി കുറച്ചൊരു ദേഷ്യത്തോട് കൂടിയിട്ട് എന്നോട് ക്ഷമിക്കണം ഏട്ടത്തി എന്ന് പറയുകയാണേ. ഇതിന്റെ പേരാണോ മാപ്പ് ചോദിക്കുക എന്നുള്ള കാര്യം? ഇതിനും ഭേദം മാപ്പ് ചോദിക്കാതിരിക്കുന്നതായിരുന്നു. നീ എന്നോട് ക്ഷമ ചോദിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ നിന്റെ ഒരു കാര്യത്തിലും ഇടപെടില്ല എന്ന് പറഞ്ഞുള്ള കാര്യം ദേവയാനി പറയാണ് കേട്ടോ. എനിക്കതിന് ആവശ്യമില്ല എന്ന് ജാനകി പറയുമ്പോൾ മതി, നിങ്ങളെ രണ്ടുപേരും സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെന്താ എന്നെ പൊട്ടത്തിയാക്കുകയാണോ? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾ നിങ്ങളുടെ തോന്നി പോലെ നടന്നോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോവുകയാണേ. ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.